വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 8-9 തിരുലിഖിതങ്ങൾ. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളി പറയുന്നവൻ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിലും തള്ളി പറയപ്പെടും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നത്തെ ശുശ്രൂഷയുടെ ആമുഖത്തിൽ തന്നെ യേശുവിനെ ഏറ്റുപറഞ്ഞ് ആരാധിക്കാം. യേശുവിനെ ഏറ്റുപറയുന്നിടത്ത് അഭിഷേകമുണ്ട്, സൗഖ്യമുണ്ട്, ഉണർവുണ്ട്, കൃപയുണ്ടല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു എനിക്കു നല്ലവൻ, പവർ പവർ, അവനെന്നും മതിയായവൻ. വലിയ ശക്തിയോടെ യേശു എനിക്കു നല്ലവൻ, യേശു നല്ലവൻ, അവനെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. യേശുവേ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, ക്ഷീണങ്ങൾ മാറട്ടെ, അവനെന്നും മതിയായവൻ. ഭാരങ്ങൾ നീങ്ങട്ടെ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. എല്ലാ മന്ദതയും മരവിപ്പും യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. എല്ലാവരും ഉണരട്ടെ. ഹൃദയങ്ങൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. അവനാദിയുമന്തവുമേ, പവർ പവർ, സ്നേഹത്തിൻ ഉറവിടമേ. ഗ്ലോറി ഗ്ലോറി. അവനാദിയുമന്തവുമേ, കരങ്ങൾ അടിച്ച് സ്നേഹത്തിൻ ഉറവിടമേ. യേശുവിനെ ആരാധിക്കുന്നു. ആയിരത്തിൽ അതിശ്രേഷ്ഠനവൻ, തുത്യനാം വന്ദ്യനാം നായകൻ. യേശുവേ. 10,000-ത്തിൽ അതിശ്രേഷ്ഠനവൻ, തുത്യനാം വന്ദ്യനാം നായകൻ. കരങ്ങൾ ഉയർത്തിയടിച്ച് യേശു എനിക്കു നല്ലവൻ, യേശു അവനെന്നും മതിയായവൻ. എന്റെ രാജാവ്. എന്റെ യേശു എനിക്കു നല്ലവൻ, ആരാധന ആരാധന ആരാധന. അവനെന്നും മതിയായവൻ. അത്ഭുത അഭിഷേകത്തിന്റെ ശക്തി. രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ യേശുവേ 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 യേശുവേ. സഭ വലിയ അഭിഷേകം ചൊരിയണമേ. സഭയോട് ഐക്യം നൽകണമേ. കുടുംബത്തിൽ കൂട്ടായ്മ നൽകണമേ. ശരീരങ്ങളിൽ സൗഖ്യം നൽകണമേ. ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. രണ്ട് കരങ്ങളും നന്നായി ഉയർത്തി എല്ലാ ദൈവമക്കളും ഉറക്കെ യേശുവിനെ സ്തുതിക്കട്ടെ. കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ച് സ്തുതിക്കട്ടെ. സമൂഹത്തിൽ സമൂഹാംഗങ്ങളെല്ലാം ഒരുമിച്ച് സ്തുതിക്കട്ടെ. ഇപ്പോൾ വലിയ കൃപ, ഉണർവിൻ്റെ അഭിഷേകം സമൂഹങ്ങളിലേക്ക് വ്യാപരിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ യേശുവേ, അങ്ങയുടെ നാമം ഇടിമിന്നൽ പോലെ ഈ സമൂഹങ്ങളിലേക്ക് ഇപ്പോൾ വ്യാപരിക്കട്ടെ കർത്താവേ. ഇപ്പോൾ ഈ സമൂഹത്തിൽ ഓരോരുത്തരും അങ്ങയുടെ നാമത്തിൻ്റെ അതിശയ ശക്തിയാൽ പൂരിതമാകട്ടെ. മന്ദത വിട്ടുമാറട്ടെ, മരവിപ്പ് മാറിപ്പോകട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ. ദൈവകൃപയുടെ അഭിഷേകം നിറയട്ടെ. വിശ്വാസത്തിൻ്റെ കൃപ ഉജ്ജ്വലിക്കട്ടെ. യേശോയെ, വചനത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടട്ടെ. വചനം എത്ര ശ്രമിച്ചിട്ട് മനസ്സിലാകാത്തവര്, എത്ര പ്രാർത്ഥിച്ചിട്ട് അനുഭവമില്ലാത്തവര് ഇപ്പോൾ യേശുനാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ 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 യേശുവേ. ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജെറമിയ പ്രവചനത്തിൽ 8-ാം അധ്യായത്തിൽ 7-ാം തിരുലിഖിതം. ആകാശത്തിൽ പറക്കുന്ന ഞാറ പക്ഷിക്ക് പോലും അതിൻ്റെ കാലമറിയാം. എന്തുകൊണ്ട് തിരിച്ചു വരാനുള്ള സമയം നിങ്ങൾ അറിയുന്നില്ല? ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത്
തിരിച്ചു വരാനുള്ള സമയം എന്തുകൊണ്ട് നീ അറിയുന്നില്ല? പ്രിയപ്പെട്ട ദൈവമക്കളെ, റോമാ ലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ 13-ാം തിരുലിഖിതം പഠിപ്പിക്കുകയാണ്, ഇതെല്ലാം കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം നാം ചെയ്യുവാൻ. കാലത്തിൻ്റെ പ്രത്യേകതയെ എന്തുകൊണ്ട് നീ അറിയുന്നില്ല? ഇന്ന് സ്വർഗം നമ്മെ തൊട്ടു വിളിച്ച് ചോദിക്കുകയാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ട് നിന്റെ സമയം നീ അറിയുന്നില്ല? ജെറമ്യാ 8-ാം അധ്യായം 7-ാം വാക്യത്തിൽ വീണ്ടും തുടരുകയാണ്, മാടപ്രാവും കൊക്കും മീവൽ പക്ഷിയും തിരിച്ചു വരാനുള്ള സമയം പാലിക്കുന്നു. എൻ്റെ ജനത്തിനാകട്ടെ കർത്താവിൻ്റെ കൽപ്പനകൾ അറിഞ്ഞുകൂടാ. സ്വർഗത്തിൻ്റെ ഒരു വേദന പ്രകാശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളെ കുറിച്ച് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന വചനമാണ്, എൻ്റെ സമയം എന്തുകൊണ്ട് ഞാൻ അറിയുന്നില്ല. ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ചിന്തിക്കുകയാണ്, എൻ്റെ സമയം ഞാൻ അറിയുന്നു. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകൾ നമുക്ക് നൽകപ്പെടുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 20-ഉം 21-ഉം തിരുലിഖിതങ്ങളിലാണ്. അവിടെ ഇതാ യേശു ഇടപെടുന്ന രംഗമാണ്. യേശു താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാഞ്ഞതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി. കൊറാസീൻ, നിനക്ക് ദുരിതം. ബത്സയിദ, നിനക്ക് ദുരിതം. നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ ടൈറിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവ എത്ര പണ്ടേ ചാക്കെടുത്ത് ചാരം പൂശി അനുദപിക്കുമായിരുന്നു. എന്താ ഈ വചനത്തിന്റെ സാരാംശം? കൊറാസീൻ, ബത്സയിദ ഇങ്ങനെയുള്ള പട്ടണങ്ങളെ യേശു പേര് ചൊല്ലി വിളിച്ചിട്ട് അങ്ങോട്ട് ശാസിക്കുകയാണ്. നിനക്ക് ദുരിതം. എന്താ കാരണം? അനുദപിക്കാനുള്ള കാലം അത് തിരിച്ചറിഞ്ഞില്ല. അനുദപിക്കാനുള്ള സമയം, അതിൻ്റെ സമയം, കൊറാസീന്റെ സമയം, ബത്സയിദയുടെ സമയം, അനുദപിച്ച് പിന്തിരിയേണ്ട സമയം അവർ തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ട് യേശു ആ പട്ടണങ്ങളെ ശകാരിക്കുകയാണ്. കൊറാസീൻ, നിനക്ക് ദുരിതം. ബത്സയിദ, നിനക്ക് ദുരിതം. കാരണം നിന്റെ സമയം നീ തിരിച്ചറിഞ്ഞില്ല. നീ തിരിച്ചു വരാൻ വേണ്ടി ദൈവം ഇടപെട്ട മണിക്കൂറുകളെ നീ തിരിച്ചറിഞ്ഞില്ല. ഹല്ലേലൂയ. എപ്പോഴാണ് ഈ കൊറാസീന്റെയും ബത്സയിദയുടെയും തിരിച്ചു വരവിന്റെ കാലമായി ദൈവം ബൈബിളിൽ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്? യേശു ആ പട്ടണങ്ങളിൽ പ്രസംഗിക്കുകയും ആ പട്ടണങ്ങളിൽ യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. വേറൊരു വാക്കിൽ പറഞ്ഞാൽ, സ്വർഗത്തിൻ്റെ അത്ഭുതങ്ങൾ നീ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ, മകനേ മകളെ, ഇതാ നീ അറിഞ്ഞുകൊള്ളുക, നീ മാനസാന്തരപ്പെടാനുള്ള സമയത്തിൻ്റെ വക്കത്താണ് നിൽക്കുന്നത് എന്ന് ഇന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കൊറാസീൻ, ബത്സയിദ പട്ടണങ്ങളിൽ ഈശോ വലിയ അത്ഭുതങ്ങൾ ചെയ്തു. ഈശോ വലിയ ശക്തിയോടെ കടന്നുപോയി. അപ്പോൾ ആ ജനങ്ങളെല്ലാം ആവേശപുളകിതരായി. അവർ കൈയടിച്ചു, അവർ കൂട്ടം കൂടി, അവർ അവനെ അനുഗമിച്ചു, അവർ അവനെ തൊട്ടു, അവന് ചുറ്റും നിന്നു, അവനെ കണ്ടു. എല്ലാം കണ്ടും കേട്ടും തൊട്ടും അവരങ്ങനെ ആ ദിവസങ്ങളിൽ ആനന്ദിച്ച് കടന്നുപോയി. അവർ പക്ഷേ യേശുവിനെ അവർ വലിയ മനുഷ്യനായിട്ട് ചിത്രീകരിച്ചിരിക്കാം, ഒരുപക്ഷെ യേശുവിനെ വലിയ മനുഷ്യനായി പുകഴ്ത്തിയിരിക്കാം. അങ്ങനെയെല്ലാം ചെയ്ത് അവരുടെ സമയങ്ങളും കാലങ്ങളും കടന്നുപോയി. പക്ഷേ ഈ കണ്ടതുകൊണ്ടും കേട്ടതുകൊണ്ടും അവരുടെ സ്വഭാവത്തിൽ അവർ മാറ്റം വരുത്തിയില്ല. അവരുടെ ജീവിതത്തിൽ അവർ വ്യത്യാസം വരുത്തിയില്ല.
അവരിതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും അതെല്ലാം കഴിഞ്ഞ് വീണ്ടും പഴയ അതേ സ്വഭാവം കാണിച്ചു. കൈക്കൂലി വാങ്ങിയിരുന്നവൻ വീണ്ടും പോയി കൈക്കൂലി വാങ്ങിച്ച്, വീട്ടിൽ വഴക്കുണ്ടാക്കിയിരുന്നവൻ വീണ്ടും പോയി വഴക്കുണ്ടാക്കി, മദ്യപിച്ചിരുന്നവൻ ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും വീണ്ടും പോയി മദ്യപിച്ച്. അങ്ങനെ സ്വർഗരാജ്യത്തിന്റെ മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിന് അവർ ഉത്സാഹിച്ചില്ല. അവർക്ക് ആവേശമായിരുന്നു, അവർക്ക് ആഹ്ലാദമായിരുന്നു, അവർക്ക് വലിയ സന്തോഷമായിരുന്നു. പക്ഷേ അത് മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ വേണ്ടി സ്വർഗം മുട്ടി വിളിക്കുന്ന സമയമാണെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല. പ്രിയ ദൈവ പൈതലേ, ഇന്ന് ഈ കൊറാസീൻ, ബെത്സൈദ നിനക്ക് ദുരിതമെന്ന് പറഞ്ഞ് ആ പട്ടണങ്ങളെ പേര് ചൊല്ലി വിളിച്ച് പറഞ്ഞതുപോലെ നമ്മുടെ രക്ഷിതാവായ ഈശോ എൻ്റെയും നിങ്ങളുടെയും പേര് വിളിച്ച് ഇങ്ങനെ പറയാൻ സാധ്യതയുണ്ടോ എന്ന് ചിന്തിക്കണം. നമ്മുടെ ജീവിതകാലത്ത് എത്രയോ ശക്തമായ അത്ഭുതങ്ങൾ നമ്മുടെ കൺമുമ്പിൽ കർത്താവ് പ്രവർത്തിച്ച്, എത്രയോ ശക്തമായ അത്ഭുതങ്ങളെ കുറിച്ച് നമ്മുടെ കാതുകൾ കൊണ്ട് കേൾക്കാൻ കർത്താവ് ഇടവരുത്തി. ഇത് എന്നെ മാനസാന്തരത്തിലേക്ക് നയിച്ചോ? ഇത് നമ്മെ വിശുദ്ധ ജീവിതത്തിലേക്ക് നയിച്ചോ? ഇത് നമ്മെ ദൈവചിന്തയിലേക്ക് നയിച്ചോ? ഇത് നമ്മെ എളിമയിലേക്ക് നയിച്ചോ? ഇത് നമ്മെ സ്നേഹത്തിലേക്ക് നയിച്ചോ? ഇത് നമ്മെ ക്ഷമയിലേക്ക് നയിച്ചോ? ഞാൻ നിങ്ങൾ ഗൗരവത്തിൽ ചിന്തിക്കണം. അല്ലയോ പൈതലേ, നീ തിരിച്ചു വരാനുള്ള സമയം എന്തുകൊണ്ട് നീ അറിയുന്നില്ല? ഹല്ലേലൂയ. ബൈബിളിൽ മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 13-ാം അധ്യായം 6 മുതലുള്ള തിരുലിഖിതങ്ങളിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. അവൻ ഈ ഉപമ അവരോട് പറഞ്ഞു. ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ച് അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു. എന്നാൽ അതിൽ ഒന്നും കണ്ടില്ല. അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു, 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു, ഒന്നും കാണുന്നില്ല. അത് വെട്ടിക്കളയുക, എന്തിന് നിലം പാഴാക്കണം? കൃഷിക്കാരൻ അവനോട് പറഞ്ഞു, യജമാനനെ, ഈ വർഷം കൂടി അത് നിൽക്കട്ടെ, ഞാൻ അതിൻ്റെ ചുവട് കളച്ച് വളമിടാം, മേലിൽ അത് ഫലം നൽകിയേക്കാം, ഇല്ലെങ്കിൽ നീ വെട്ടിക്കളഞ്ഞുകൊള്ളുക. ഇതാ ഒരു വലിയ അത്തിവൃക്ഷം, അതിന് ഒരുപാട് വളവും വെള്ളവും കിട്ടി അതിങ്ങനെ തഴച്ച് കൊഴുത്ത് വളർന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. ധാരാളം ഇലകളുണ്ട്, ശാഖകളുണ്ട്, നല്ല പൊണ്ണൻ മരമുണ്ട്. പക്ഷേ അതിൽ ഫലങ്ങളില്ല. അതങ്ങനെ നിൽക്കുകയാണ്. ഇത് അവിടെ യജമാനനും ആ അത്തിവൃക്ഷത്തെ പരിചരിക്കാൻ നിയോഗിക്കപ്പെടുന്ന കൃഷിക്കാരനും തമ്മിൽ ഒരു സംസാരം നടക്കുകയാണ്. യജമാനൻ പറഞ്ഞു, ഇപ്പോൾ തന്നെ ഇതിനെ വെട്ടിക്കളയാൻ പോവുകയാണ്. അപ്പോൾ കൃഷിക്കാരൻ താണ് വീണ് അപേക്ഷിച്ച് 1 വർഷം കൂടെ അതിൻ്റെ ആയുസ് നീട്ടിയെടുത്ത്, എന്നിട്ട് ഈ വർഷം നമുക്കിതിന് കൂടുതൽ വളവും കൂടുതൽ വെള്ളവും കൊടുക്കാം എന്ന് പറഞ്ഞ്. പ്രിയ ദൈവമക്കളെ, ചിന്തിച്ച് നോക്കുക. ആ അത്തിവൃക്ഷത്തിന് അന്ന് വരെ കിട്ടിയിട്ടുള്ളതിൽ കൂടുതൽ വെള്ളവും കൂടുതൽ വളവും കിട്ടിയത് ഈ അവസാനത്തെ വർഷമാണ്. 2-ലൊന്ന് നിർണയിക്കപ്പെടുന്ന വർഷം. എന്നാൽ ആ അത്തിവൃക്ഷം അത് തിരിച്ചറിയുന്നുണ്ടോ? യജമാനൻ അറിയാം, ഈ വർഷം കൂടെ കഴിഞ്ഞ് ഇതിനെ വെട്ടിക്കളയും, ഫലം നൽകിയില്ലെങ്കിൽ ഇതിനെ വെട്ടിക്കളയും, തീരുമാനം എടുത്തിരിക്കുന്ന വിഷയമാണ്. കൃഷിക്കാരനറിയാം, ഈ വർഷം ഇത് കായ്ച്ചില്ലെങ്കിൽ ഇതിനെ യജമാനൻ വെട്ടിക്കളയും, കൃഷിക്കാരനും അറിയാം. എന്നാൽ ആ അത്തിമരം അറിയുന്നുണ്ടോ? ആ അത്തിമരത്തിന് അനുഭവം എന്താ? ആ അത്തിമരത്തിന് നല്ല സുഖമായിട്ട് വെറുതെ നിന്നാൽ മതി, ഇഷ്ടം പോലെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു. ഇതാ ഇഷ്ടം പോലെ വളം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ അതിൻ്റെ കൊലച്ചോറാണ് അതിന് കൊടുത്തുകൊണ്ട്, അത് ഫലം പുറപ്പെടുവിച്ചില്ലെങ്കിൽ ഇപ്പോൾ അതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൊലച്ചോറാണെന്ന് അത് തിരിച്ചറിയുന്നുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ ആയിരിക്കാം ഒരു പക്ഷേ ഇപ്പോൾ നമ്മുടെ ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താ? ദൈവം നമ്മുടെ ജീവിതത്തിൽ ജനിച്ച അന്ന് തൊട്ട് ഇന്ന് വരെ ഒരുപാട് നല്ല സാഹചര്യങ്ങൾ തന്നു, പഠിപ്പ് തന്നു, ആരോഗ്യം തന്നു, കുടുംബം തന്നു, നല്ല അന്തരീക്ഷങ്ങൾ തന്നു. പക്ഷേ നമ്മൾ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചില്ല. അങ്ങനെ നമ്മൾ പല വിധത്തിൽ മദ്യപിച്ചും ചീത്ത കൂട്ടുകെട്ടുകൾ കൂടിയും അങ്ങോട്ടും ഇങ്ങോട്ടും പോയും പ്രാർത്ഥന ഉപേക്ഷിച്ചും പള്ളിയിൽ പോകാതെയും കുമ്പസാരത്തിന് പോകാതെയൊക്കെ നടന്ന് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ തീരുമാനം എടുത്തിട്ട് ദൈവം 1 വർഷം കൂടെ നീട്ടി തന്നിരിക്കുകയായിരിക്കാം.
നമ്മുടെ കുടുംബാംഗങ്ങളുടെ പ്രാർത്ഥന, നമ്മുടെ അമ്മയുടെ പ്രാർത്ഥന, നമ്മുടെ ഭാര്യയുടെ പ്രാർത്ഥന, നമ്മുടെ മക്കളുടെ പ്രാർത്ഥന, നമ്മുടെ ഏറ്റവും അടുത്തുള്ള അധ്യാപകരുടെ പ്രാർത്ഥന, നമ്മുടെ ബന്ധുമിത്രാദികളുടെ പ്രാർത്ഥന, നമ്മൾ അറിയാവുന്ന പലരുടെയും പ്രാർത്ഥന ദൈവസന്നിധി ചെന്നപ്പോൾ ഒരു വർഷം കൂടെ നമുക്ക് നീട്ടിക്കിട്ടിയ ആ വർഷത്തിലൂടെ ആയിരിക്കാം നമ്മൾ കടന്നു പോകുന്നത്. എന്താണ് ആ വർഷത്തിൻ്റെ പ്രത്യേകത? ആ വർഷത്തിൻ്റെ പ്രത്യേകത നമ്മൾ അധികം പ്രാർത്ഥിച്ചില്ലെങ്കിലും കാര്യങ്ങളെല്ലാം നല്ല വെടിപ്പായി നടക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പ് നല്ല ജോലി കിട്ടുന്നു, നല്ല ആരോഗ്യം ഉണ്ടാകുന്നു, രോഗങ്ങൾ മാറുന്നു, പെട്ടെന്ന് കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നു, എല്ലാവരും നമ്മളെ സ്നേഹിക്കുന്നു, നമുക്ക് നല്ല സമാധാനത്തിൻ്റെ കാലം. നമ്മൾ ചിന്തിക്കുകയാണ്, ഞാനധികം പ്രാർത്ഥിക്കുന്നൊന്നുമില്ല, ഞാനധികം വിശുദ്ധ ജീവിതം നയിക്കുന്നൊന്നുമില്ല, ഞാനൊരു പൊട്ടയാണ്, പക്ഷെ എല്ലാം നന്നായിട്ട് എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് കുറേ പേര് പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ട്, അവർക്കൊന്നും ഒരു ഗുണമില്ല, ഞാനൊന്നും ചെയ്യുന്നില്ലെങ്കിലും എനിക്കെല്ലാം നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ് നെഗളിക്കുന്നൊരവസ്ഥയിലാണോ നിന്റെ സ്ഥിതി? പ്രിയ പൈതലേ, ഒരു പക്ഷേ ഇതിന്റെ അന്ത്യം നീ മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നെങ്കിൽ നിന്നെ വെട്ടി തീയിലെറിയാൻ വേണ്ടി തീരുമാനമെടുത്ത നാളുകളിലൂടെ ആയിരിക്കും നീ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തിരിച്ചറിയണം, മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന സമയത്തെ നീ തിരിച്ചറിയണം. നീ പ്രാർത്ഥിക്കാതെയും നീ ദൈവത്തിന് വേണ്ടി ആത്മാർത്ഥമായി സ്നേഹിക്കാതെയും നീ കൂദാശകൾ സ്വീകരിക്കാതെ ഇരിക്കുമ്പോഴും നിനക്കെല്ലാം ശുഭമായി ഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു അവസാന വർഷത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കാം ഇന്ന് നിന്റെ ദിവസങ്ങളും മണിക്കൂറുകളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. തിരിച്ചു വരാനുള്ള സമയത്തെ എന്തുകൊണ്ട് നീ ഇന്ന് തിരിച്ചറിയുന്നില്ല? പ്രൈസ് ദി ലോർഡ്. ഇനി മറ്റൊരു മേഖലയിലേക്ക് നമ്മൾ തിരിയുകയാണ്. അത് ഹഗ്ഗായി പ്രവാചകന്റെ ഗ്രന്ഥത്തിലാണ് നമ്മൾ കാണുന്നത്. തിരിച്ചു വരാനുള്ള നമ്മുടെ സമയം മനസ്സിലാക്കാൻ വേണ്ടി ബൈബിൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള മറ്റൊരു സമയത്തിന്റെ മറ്റൊരു ലക്ഷണം ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. കാലത്തിന്റെ ലക്ഷണം കാണുമ്പോൾ സമയത്തിന്റെ ഗൗരവം മനസ്സിലാക്കണം. അത് ഹഗ്ഗായി പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ 2-ാം അധ്യായം 16-17 തിരുലിഖിതങ്ങളാണ്. എന്തായിരുന്നു നിങ്ങളുടെ സ്ഥിതി എന്ന് ചിന്തിക്കുവീൻ. 20 അളവ് ധാന്യം കൂട്ടിയിരുന്നിടത്ത് ചെല്ലുമ്പോൾ 10 അളവേ കാണാനുണ്ടായിരുന്നുള്ളൂ. 50 അളവ് വീഞ്ഞു കോരിയെടുക്കാൻ ചെന്നപ്പോൾ ചക്കിൽ 20 അളവേ ഉള്ളൂ. നിങ്ങളുടെ എല്ലാ അധ്വാന ഫലങ്ങളും ഉഷ്ണക്കാറ്റും വിഷമഞ്ഞും കന്മഴയും അയച്ച് ഞാൻ നശിപ്പിച്ചു. എന്നിട്ടും നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വന്നില്ലല്ലോ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഇതാ മറ്റൊരു രീതിയിലുള്ള ദൈവത്തിന്റെ ഇടപെടല്. ഞാനും നിങ്ങളും മാനസാന്തരത്തിന് ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ വേണ്ടി ദൈവം മറ്റൊരു വിധത്തിൽ നമ്മുടെ അടുത്ത് നിന്ന് പ്രവർത്തിക്കുകയാണ്. അതായത് നമ്മുടെ എല്ലാ അധ്വാന ഫലങ്ങളും ഉഷ്ണക്കാറ്റും വിഷമഞ്ഞും അയച്ച് ഉണക്കിക്കളയുക. എല്ലാ അധ്വാനങ്ങളിലും വരൾച്ച വരുത്തുക. നമ്മൾ ബിസിനസ് ചെയ്യുന്നു, ഒരു മേൽഗതി ഉണ്ടാകുന്നില്ല. നമ്മൾ വണ്ടി വാങ്ങി ഓടിക്കുന്നു, കടം മാറുന്നില്ല. കുടുംബത്തിലേക്ക് ഒരുപാട് സമ്പാദിച്ചുകൊണ്ട് വരുന്നു, എന്നാൽ അതെല്ലാം ഊതി പറഞ്ഞു ഓട്ടസഞ്ചിയിൽ ഇടാൻ വേണ്ടി മാത്രം ഒന്നും ഗുണം പിടിക്കുന്നില്ല. എന്നും മാറി മാറി രോഗങ്ങൾ. കുടുംബത്തിൽ ഒരു സമാധാനം ഇല്ല, ബിസിനസ്സിൽ സമാധാനം ഇല്ല, ഓഫീസിൽ സമാധാനം ഇല്ല. എവിടെ ചെന്നാലും ആളുകൾക്കൊണ്ട് ശത്രുതയോടെ പെരുമാറുന്നു. ആകെപ്പാടെ എന്തോ ഒരു ബുദ്ധിമുട്ട്. അപ്പം നമുക്ക് തന്നെ തോന്നുന്നു എന്തോ ശരിയല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനത്തെ ഒരു അന്തരീക്ഷം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മെ സ്നേഹിക്കുന്ന ദൈവം അനുവദിക്കും. ഈ സമയത്ത് ഇതെന്തുകൊണ്ടാണ്? പൂർവികരുടെ വല്ല പാപം കൊണ്ടാണോ എന്നല്ല ചിന്തിക്കേണ്ടത്. ഞാൻ മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാത്തത് കൊണ്ട് എൻ്റെ ദൈവം എന്നെ മാനസാന്തരത്തിലേക്ക് വിളിക്കുന്ന സമയമാണോ എന്ന് ചിന്തിക്കണം. കാരണം ഹഗ്ഗായി പ്രവചനത്തിൽ 2-ാം അധ്യായം 17 വാക്യം പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ എല്ലാ അധ്വാന ഫലങ്ങളും ഉഷ്ണക്കാറ്റും വിഷമഞ്ഞും കന്മഴയും അയച്ച് ഞാൻ നശിപ്പിച്ചു. എന്നിട്ടും നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വന്നില്ല. അപ്പോൾ ഇതെല്ലാം ദൈവം അവർക്ക് വേണ്ടി ചെയ്തത് എന്തിനു വേണ്ടിയാ? അവരുടെ ദുഷ്കൃത്യങ്ങളിൽ നിന്ന് അവരെ പറിച്ചെടുക്കാൻ, അവരുടെ അന്ധകാര പീഡകളിൽ നിന്ന് അവരെ മോചിപ്പിച്ചെടുക്കാൻ. ഈജിപ്തിലെ ഫറവോയുടെ അടിമത്തത്തിൽ കടന്ന് ഞെരുങ്ങിയതുപോലെ പൈശാചിക അടിമത്തത്തിൽ, പാപത്തിന്റെ അടിമത്തത്തിൽ, പാപത്തിന്റെ തടവറയിൽ, അന്ധകാരത്തിന്റെ തടവറയിൽ ഞാൻ നിങ്ങളങ്ങനെ പൂണ്ടുകിടക്കുമ്പോൾ നമ്മെ നഷ്ടപ്പെട്ട ഇടങ്ങളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി വേദനയും ഞെരുക്കവും കഷ്ടതയും കണ്ണുനീരും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അനുവദിക്കും.
ഈ സമയത്ത് അത് പരിഹരിക്കാൻ വേണ്ടി മന്ത്രവാദികളുടെ അടുത്തേക്കും കൂടോത്രക്കാരുടെ അടുത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുകയും ഇതെന്തുകൊണ്ടാണ്, എൻ്റെ പൂർവികരുടെ വല്ല പാപം കൊണ്ടാണോ എന്ന് ചിന്തിച്ച് വഴിതെറ്റി നടക്കുകയും ചെയ്യാതെ, പ്രിയ പൈതലേ, ഇത് എൻ്റെ മാനസാന്തരത്തിന് വേണ്ടി എൻ്റെ ദൈവം ഇടപെടുന്ന മണിക്കൂറുകളാണെന്ന് എളിമയോടെ തിരിച്ചറിഞ്ഞ് സ്വന്തം ജീവിതത്തിന് കുറവുകൾ വല്ല ഉണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യാൻ ഞാൻ നിങ്ങൾ മനസ്സ് വെക്കുമോ? സ്വർഗം ചോദിക്കുകയാണ്. ഹല്ലേലൂയ. കൊക്കും ഞാറപ്പക്ഷിയും തിരിച്ചു വരാനുള്ള സമയം മനസ്സിലാക്കിയെടുക്കുന്നു. എന്നിട്ട് റോമാലേഖനത്തിൽ 12-13 വാക്യങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇതെല്ലാം നാം ചെയ്യുന്നത് കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നമ്മുടെ ജീവിതം കടന്നു പോകുന്ന കാലഘട്ടത്തിൽ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന്, ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത, നമ്മുടെ ജീവിതം കടന്നു പോകുന്ന അവസ്ഥകളുടെ പ്രത്യേകത തിരിച്ചറിഞ്ഞ് അനുതപിക്കാനും മാനസാന്തരപ്പെടാനും കുമ്പസാരിക്കാനും ദൈവത്തിലേക്ക് തിരിയാനും ഞാനും നിങ്ങളും വിവേകം കാണിക്കണം. നമ്മൾ വിവേകം കാണിക്കണം. സ്വർഗം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് വിശുദ്ധ ലിഖിതത്തിൽ നമ്മൾ 2-3 മേഖലകൾ കണ്ട്. ഒന്ന്, ഈശോ ഒരുപാട് അത്ഭുതങ്ങളിലൂടെ കൊറാസീൻ, ബെത്സൈദ പട്ടണങ്ങൾ ഇടപെട്ടു. ആ കാലത്തിൻ്റെ പ്രത്യേകത, ആ പട്ടണവാസികൾക്ക് മാനസാന്തരത്തിനുള്ള സമയമായിരുന്നു. അവരത് തിരിച്ചറിഞ്ഞില്ല. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഇതാ ഒരു അത്തിവൃക്ഷത്തിന് ഒരുപാട് വെള്ളവും വളവും കൊടുക്കുന്നു. അത് അതിൻ്റെ മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി ദൈവം പ്രതീക്ഷിച്ച സമയവും കാലവുമായിരുന്നു. അതത് തിരിച്ചറിയുന്നുണ്ടോ? പ്രിയ ദൈവവൈദ്യരെ, ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായം 16-17 വാക്യങ്ങൾ, കർത്താവ് ചില വരൾച്ച വരുത്തുകയാണ്, ചില ബുദ്ധിമുട്ട്, ചില ഞെരുക്കം വരുത്തുക. എന്തിനാ? മാനസാന്തരപ്പെടുക, ദൈവത്തിലേക്ക് തിരിയുക. അതവർ തിരിച്ചറിഞ്ഞോ? ഇന്ന് എൻ്റെ നിങ്ങളുടെ സ്ഥിതി, ഇന്ന് നമ്മുടെ സ്ഥിതി എന്ത്? നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിലേക്ക് ദൈവം മടക്കി വിളിക്കുന്ന, തിരിച്ചു വിളിക്കുന്ന, മാനസാന്തരത്തിലേക്ക് വിളിക്കുന്ന ആ ഇടപെടലുകളെ തിരിച്ചറിയുന്നുണ്ടോ? നിന്റെ സമയം എന്തുകൊണ്ട് നീ തിരിച്ചറിയുന്നില്ല? ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്താം. പരിശുദ്ധാത്മാവേ, സമയങ്ങളെയും കാലങ്ങളെയും വിവേചിക്കാനുള്ള കൃപ തരണമേ. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്ക് ഇടപെടണമേ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളിലേക്ക് ഇടപെടണമേ. എല്ലാ സമൂഹങ്ങളിലേക്ക് ഇടപെടണമേ. കൈകൾ ഉയർത്തി മനസ്സ് തുറന്ന് ഉറക്കെ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അത്ഭുത ശക്തിയേ, പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, അരൂപിയേ, പരിശുദ്ധാത്മാവേ, വരിക നയണമേ, ഞങ്ങളിൽ നയണമേ, നയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, പരിശുദ്ധാത്മാവേ, 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 ഓരോ മകനെയും മകളെയും അനുഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവേ, ബാലികാ ബാലന്മാരെ അനുഗ്രഹിക്കുന്നു, യുവതീവാക്കന്മാരെ അനുഗ്രഹിക്കുന്നു, കുഞ്ഞു മക്കളെ അനുഗ്രഹിക്കുന്നു, കഠിന പാപത്തിന്റെ ബന്ധനത്തിൽ കിടക്കുന്നവരെ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവേ, തിരിച്ചറിവിൻ്റെ വിവേചന ശക്തി, ഒരു അഭിഷേകം ഇപ്പോൾ നിവേശിപ്പിക്കണമേ. അനന്തമായി പോയ ആന്തരിക നേത്രങ്ങൾ തുറക്കണമേ. പരിശുദ്ധാത്മാവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന. ജെറമിയാ പ്രവചനത്തിൽ 8-ാം അധ്യായം 7-ാം തിരുലിഖിതം, ആകാശത്തിൽ പറക്കുന്ന ഞാറപ്പക്ഷിക്ക് പോലും തൻ്റെ സമയമറിയാം. മാടപ്രാവും കൊക്കും മീവൽ പക്ഷിയും തിരിച്ചു വരാനുള്ള സമയം പാലിക്കുന്നു. എൻ്റെ ജനത്തിനാകട്ടെ കർത്താവിൻ്റെ കൽപ്പനകൾ അറിഞ്ഞുകൂടല്ലോ.
സർവശാന്തിയാലേ നീ നിറച്ചു. ആരാധനാഗീതം പാടാം, ആ തിരുനാമത്തെ വാഴ്ത്താം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേയ്ക്കൊരായിരം സ്തോത്രമേകാം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേയ്ക്കൊരായിരം സ്തോത്രമേകാം. ദിവ്യ രക്ഷിതാവായ യേശുവിന്റെ തിരുസന്നിധിയിൽ പ്രിയ ദൈവമക്കളെ, ഏത് അവസ്ഥയിലാണെങ്കിലും അവിടുത്തെ ഉന്നതമായ നാമം വിളിക്കുമെങ്കിൽ സ്വർഗത്തിന്റെ അത്ഭുതമായ ഇടപെടൽ അവിടെ ഉണ്ട്. രണ്ട് കരങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി യേശുവിന്റെ അത്യുന്നത നാമത്തെ എല്ലാവരും ചേർന്ന് ഉറക്കെ വിളിക്കുന്നു. യേശുവേ, 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 യേശുവേ,